എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ താൻ മലക്കം മറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ദാരുണമായ സംഭവം രാഷ്ട്രീയമായി മാറ്റുന്നതിനാലാണ് സംശയം പ്രകടിപ്പിച്ചത് എന്നും മുഖ്യമന്ത്രി തന്നെ ശാസിച്ചു എന്ന വാർത്ത ആരുടെ സൃഷ്ടിയാണെന്ന് അറിയില്ലെന്നും മന്ത്രി. ഷോക്കേറ്റ് കുട്ടി മരിച്ചയുടൻ ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന UDF സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയെ തുടർന്നാണ് താൻ ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചത്. വിഷയദാരിദ്ര്യം നേരിടുന്ന UDF 15-കാരനായ കുട്ടിയുടെ മരണം പോലും രാഷ്ട്രീയമാക്കുകയാണെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് സർക്കാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കാര്യക്ഷമമായി നടപ്പാക്കാത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് വഴിക്കടവ്. അനധികൃതമായി വൈദ്യുതി മോഷണം നടത്തി വന്യമൃഗങ്ങളെ കൊന്നിറച്ചി വിൽപ്പന നടത്തുന്നവർക്ക് വേണ്ടിയാണ് UDF വാദിക്കുന്നത്. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുമോ എന്ന ചോദ്യത്തിന് അത് മന്ത്രിസഭാ യോഗം ചേർന്ന് എടുക്കേണ്ട തീരുമാനമായതിനാൽ ഇപ്പോൾ തനിക്ക് മറുപടി പറയാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. അതല്ലോ നമ്മൾ കുറച്ചായിട്ട് കാണുന്നത്. കാരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു നിലപാട് അവർക്ക് മറ്റൊരു തരത്തിൽ പ്രചരിക്കാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ സാധിക്കാത്തതുകൊണ്ടാണ്. അവരുടെ പ്രചരണം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു, ഇന്നലെയും വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും എന്തൊക്കെയാണെന്ന് നടക്കുക. മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു എന്നുള്ളതിൽ നിന്നാണ് അതാര് മെനഞ്ഞെടുത്ത കള്ളക്കഥയാണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഇതാണ് പ്രശ്നം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി ആ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പരസ്പരം അന്വേഷിക്കുക. ഇവിടെയാണ് പ്രശ്നം. എന്തിനാണ് വനംവകുപ്പിനെതിരെയും വനംവകുപ്പ് മന്ത്രിക്കെതിരെയും നിരന്തരമായി അവർ കാട്ടുമൃഗങ്ങളല്ല, അവർ വനംവകുപ്പ് മന്ത്രിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ വേട്ടയാടലെന്ന് അവർ വ്യക്തമാക്കട്ടെ. ഒരു അസംതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. നിലമ്പൂർ പോകാത്ത ചോദിച്ചത്. പോണമെന്ന് ഓഫീസിൽ പോയി. ധനസഹായത്തെ കുറിച്ചൊന്നും ചർച്ച നമ്മൾ ചെയ്തിട്ടില്ല. അത് മുഖ്യമന്ത്രി നിലവാരത്തിൽ ചെയ്യേണ്ടതില്ല. അത് അല്ല, ആലോചിക്കില്ല. അത് എനിക്കറിയില്ല. അത് മുഖ്യമന്ത്രി ക്യാബിനറ്റ് ആലോചിക്കേണ്ട ഒരു കാര്യം. നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം ഈ വന്യജീവി ആക്രമണവും നേരത്തെ നടന്ന സംസ്ഥാനത്തെ പാർക്കുകൾക്ക് ചുറ്റും 10 കിലോമീറ്റർ ബഫർ സോണാക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചപ്പോൾ ഇക്കാര്യത്തിൽ കോടതിയുടെ പടി പോലും കയറാനാവില്ലെന്ന് പരിഹസിച്ചവരാണ് പ്രതിപക്ഷം. മലയോര മേഖലയിലെ കുടുംബങ്ങൾ ഏറ്റവും ദുരിതം നേരിടുന്നത് വന്യമൃഗശല്യമാണ്. അതിനാൽ നിരവധി തവണ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണം നിയമത്തിൽ മാറ്റം വരുത്താൻ നിരവധി തവണ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. കേരളം ആവശ്യപ്പെട്ടാൽ കേന്ദ്രം നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. നിലമ്പൂരിലേക്ക് വരാം, പക്ഷേ വടപുറം പാലത്തിലൂടെ വരാൻ പറ്റില്ലെന്ന് പറയുന്നത് പോലെയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.